മഹാരാഷ്ട്രയിൽ ഞങ്ങൾ സന്ദർശിച്ച അവസാനത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ശ്രീ ഭീമശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രം. തിരക്ക് കൂടുതലുണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ തന്നെ യാത്ര തുടങ്ങി. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ 6ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ഭീമശങ്കർ. സഹ്യാദ്രിയിലെ ഘാട്ട് മേഖലയിൽ പൂനെ സിറ്റിയിൽ നിന്ന് ഏകദേശം 135 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ഭീമശങ്കർ ഫോറസ്റ്റ് റേഞ്ചിൽ ഖേഡ് താലൂക്കിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭീമശങ്കർ ഗ്രാമത്തിൽ നിന്നാണ് ഭീമ നദി ഉത്ഭവിക്കുന്നത്. കാടുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം. പലതരം പക്ഷികൾ, മൃഗങ്ങൾ, പ്രാണികൾ, സസ്യങ്ങൾ എന്നിവ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും. ഭീമശങ്കറിനെ ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമ്പരാഗതവും ആധുനികവുമായ ഡിസൈനുകൾ സമന്വയിപ്പിച്ച് നഗ്രാര ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ പേഷ്വായിലെ നാനാ ഫട്നാവിസ് ആണ് ഈ ക്ഷേത്രത്തിന്റെ ഹാൾ നിർമ്മിച്ചത്. നാനാ ഫട്നാവിസ് ആണ് ക്ഷേത്രത്തിന്റെ ഗോപുര ശിഖരം പണികഴിപ്പിച്ചത്. ഉദ്ദേശം ഒരു 7-7:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഭീമശങ്കർ ക്ഷേത്രത്തിനടുത്തെത്തി. പ്രവേശനവും മറ്റ് സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി ഭീമശങ്കർ ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനാൽ ക്ഷേത്രത്തിലെത്താൻ ഒരു ബദൽ വഴിയിലൂടെ ഏകദേശം 1 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. ശിവപുരാണത്തിലെ ഒരു കഥ അനുസരിച്ച് ഭീമശങ്കർ ജ്യോതിർലിംഗത്തിന്റെ ഉത്ഭവം ഇപ്രകാരമാണ്. സഹ്യാദ്രി മലനിരകളിൽ ഭീമൻ എന്ന അതിശക്തനായ അസുരനും അമ്മ കടക്കടിയും ജീവിച്ചിരുന്നു. ഭീമൻ തന്റെ പിതാവിനെ ജനനം മുതൽ കണ്ടിട്ടില്ല. ഒരിക്കൽ തന്റെ പിതാവ് എവിടെയാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇല്ലെന്നും വാസ്തവത്തിൽ ഒരു യുദ്ധത്തിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടുവെന്നും അവർ പറഞ്ഞു. ലങ്ക ഭരിച്ചിരുന്ന രാവണന്റെ ഇളയ സഹോദരൻ കുംഭകർണനായിരുന്നു ഭീമന്റെ പിതാവ്. ലങ്കയിലെ രാമരാവണ യുദ്ധത്തിൽ കുംഭകർണൻ കൊല്ലപ്പെട്ടു. ഭീമൻ ശ്രീരാമനോട് വളരെ ദേഷ്യപ്പെടുകയും മഹാവിഷ്ണുവിനോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തു. വേണ്ടത്ര ശക്തി പ്രാപിക്കാൻ അവൻ ബ്രഹ്മദേവനെ തപസ്സാരംഭിച്ചു. ഒടുവിൽ ബ്രഹ്മദേവൻ ഭീമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ ത്രിലോകത്തും അജയനായിരിക്കണമെന്നും ആരാലും തോൽക്കപ്പെടരുതെന്നും ഭീമൻ വരം ചോദിച്ചു. മറ്റു വഴികളൊന്നുമില്ലാതെ ബ്രഹ്മാവ് വരം നൽകി. മഹാവിഷ്ണുവിന് പോലും ഈ വരം കൊണ്ട് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഭീമൻ കരുതി. അവൻ 3 ലോകങ്ങളെയും ഋഷികളെയും ഇന്ദ്രദേവനെയും പോലും അസ്വസ്ഥനാക്കാൻ തുടങ്ങി. രാജാവും മഹാദേവന്റെ തീവ്ര ഭക്തനുമായ സുദക്ഷിണനെ ഭീമൻ ആക്രമിച്ചു. സുദക്ഷിണനെ പരാജയപ്പെടുത്തി ജയിലിലടച്ചു. സുദക്ഷിണന് ശിവപൂജ പോലും നിഷേധിച്ചെങ്കിലും സുദക്ഷിണൻ നിശബ്ദനായി ശിവനെ ആരാധിച്ചു. ഈ വാർത്ത ഭീമനിലെത്തിയപ്പോൾ അവൻ കോപാകുലനായി ജയിലിലെത്തി തന്റെ വാളുകൊണ്ട് ശിവലിംഗം നശിപ്പിക്കാൻ ഒരുങ്ങി. പ്രഹ്ലാദന്റെയും ഹിരണ്യകശിപുവിന്റെയും കാര്യത്തിലെന്ന പോലെ മഹാവിഷ്ണുവിന് പകരം ശിവൻ ലിംഗത്തിൽ നിന്ന് പുറത്തുവന്ന് അതിശക്തമായ യുദ്ധത്തിൽ ഭീമനെ വധിച്ചു. ഭീമനും ശങ്കരനും തമ്മിലുള്ള യുദ്ധം ഈ സ്ഥലത്താണ് നടന്നതെന്നും അതിനാലാണ് ഭീമശങ്കർ എന്ന പേര് വന്നതെന്നും കരുതപ്പെടുന്നു. ഭീമനെ വധിച്ചതിനു ശേഷം എല്ലാ ദേവന്മാരും മഹാദേവന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടുകയും ഭീമശങ്കരത്തിൽ ജ്യോതിർലിംഗ രൂപത്തിൽ അദ്ദേഹത്തിന്റെ സർവവ്യാപിത്വം അഭ്യർത്ഥിക്കുകയും ചെയ്തു. മറ്റു കഥകൾ മഹാദേവനെയും താരകാസുരൻ എന്ന അസുരന്റെ 3 മക്കളായ ത്രിപുര ഭരിച്ചിരുന്ന താരകാക്ഷൻ, വിദ്യുന്മാലി, കമലാക്ഷൻ എന്നീ 3 അസുരന്മാരെയും ബന്ധിപ്പിക്കുന്നു. ഇവർ മൂവരും മഹാദേവനും തമ്മിലുള്ള യുദ്ധം ഇവിടെ നടന്നതായി അനുമാനിക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ ജ്യോതിർലിംഗങ്ങളെ കുറിച്ചുള്ള പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രസകരമായ മറ്റൊരു കഥയുമായി ഞാൻ അടുത്തയാഴ്ച വരാം. വീഡിയോകൾ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക, നിങ്ങളുടെ കോൺടാക്റ്റുകളുമായി വീഡിയോ ലിങ്ക് പങ്കിടുക. നിങ്ങൾ ഇതിനകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.